ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. പാലക്കാട് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അവിടെ പാലക്കാട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് ഒരു ഷോപ്പുണ്ട്. അതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ പോയ സമയത്ത് ഞങ്ങളും കൂടെ പോയതായിരുന്നു. അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും മോനുമാണ് പോയിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ. പിന്നെ ഹസ്ബൻഡിൻ്റെ കുറച്ച് ഫ്രണ്ട്സും. മോളില്ലായിരുന്നു, മോള് സ്കൂളിൽ ലീവായതുകൊണ്ട് തന്നെ അവൾ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മോനും ഹസ്ബൻഡും ഫ്രണ്ട്സാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചായ കുടിക്കാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ പാലക്കാട് എത്തുമ്പോൾ ഏകദേശം ഒരു 11:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഷോപ്പ് വരുന്നത്. ഞങ്ങളവിടെ എത്തിയ സമയം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഷോപ്പിലൊക്കെ ഒന്ന് കയറിയിട്ട് പിന്നെ എല്ലാവരും കൂടെ സ്റ്റാഫുകളും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല അടിപൊളി സദ്യ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. ഞാൻ ഹോട്ടലിൽ പോയാൽ പൊതുവേ സദ്യയാണ് കഴിക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സദ്യ തന്നെയായിരുന്നു അവിടെ. അത് നല്ല പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് ഇവിടെ ജ്വല്ലറിയാണുള്ളത്. ജ്വല്ലറിയും അതുപോലെ തന്നെ ഒരു ഫാൻസി ഷോപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നല്ല സദ്യയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം അവിടെ ഷോപ്പിൽ സ്റ്റാഫുകളും ഫ്രണ്ട്സൊക്കെ കൂടെ ഒന്ന് സംസാരിച്ചിരുന്നു. അവിടെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവരതൊക്കെ ചെയ്തു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ മക്കൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും മോനെയും അതുപോലെ അവിടുത്തെ സ്റ്റാഫിൻ്റെ മക്കളാണിത്, അവരെയും കൂട്ടിയിട്ട് ബേക്കറിയിൽ പോയതായിരുന്നു. അങ്ങനെ അവിടെ കയറിയ സമയത്ത് അവർക്ക് കേക്ക് മതിയെന്ന് പറഞ്ഞു. മോനും അവരും കൂടെ കേക്ക് കഴിച്ചു. റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ റെഡ് വെൽവെറ്റ് കേക്ക്. അവന് എവിടെ പോയാലും ഈ ഒരു കേക്കാണ് ആദ്യം ചോദിക്കുക. അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കുകയുള്ളൂ. അങ്ങനെ അവനും പിന്നെ ഹസ്ബൻഡിൻ്റെ അവിടുത്തെ സ്റ്റാഫിൻ്റെ കുട്ടികളും കൂടെ അവർ കേക്ക് കഴിച്ചു. പിന്നെ ലൈമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ലൈമും ഹസ്ബൻഡ് ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും ഹസ്ബൻഡും സാൻഡ്വിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചായിരുന്നു. നല്ലൊരു വെജ് സാൻഡ്വിച്ചാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതാ വൈകുന്നേരമായിട്ടുണ്ട്. കുറച്ച് സമയം അവിടെ എല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10-10:30 ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സ്റ്റാഫും എല്ലാവരും ഉണ്ടായിരുന്നു, ഫ്രണ്ട്സും സ്റ്റാഫും എല്ലാവരും കൂടെ കാസ്റ്റിൽ കിച്ചൺ എന്ന് പറഞ്ഞ കൊപ്പത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അൽഫാമും പിന്നെ നൂൽ പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റാഫുകളും എല്ലാവരും ഉണ്ടായിരുന്നു. ഹണി അൽഫാമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും സ്റ്റാഫുകളെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വരികയാണ്. ഈ രാത്രിയുള്ള ഒരു യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാത്രി യാത്ര ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്.
രാത്രി ഇങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് അതൊക്കെ കേട്ട് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര അത് ഭയങ്കര ഒരു ഫീലാണ്. അതിഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നെ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു ഈ ഒരു യാത്ര. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു 11 ഒക്കെ ആയപ്പോൾ അവർക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞു രാത്രിയില്ലേ. അങ്ങനെ ചെറിയൊരു ഷോപ്പിൽ അവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയിട്ടില്ല, ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോന്നു. മോന് വണ്ടിയിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.